പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വി ഡി സതീശന് ക്ലീൻ ചിറ്റ് നൽകാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. 2018 പ്രളയത്തിൽ ഏറെ നഷ്ടമുണ്ടായ പറവൂർ നിയോജക മണ്ഡലത്തിന്റെ പുനരധിവാസം പ്രഖ്യാപിക്കുന്നതിൽ അവിടുത്തെ MLA ആയിരുന്ന വി ഡി സതീശൻ പ്രഖ്യാപിച്ച പദ്ധതിയാണ് പുനർജനി പറവൂരിന്റെ പുതുജീവൻ എന്ന പേരിലാണ് ആ പദ്ധതി ആരംഭിച്ചത്. വീട് നഷ്ടപ്പെട്ട 200-ലേറെ കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകി എന്നതാണ് വി ഡി സതീശൻ മുന്നോട്ട് വെക്കുന്നത്. ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നും പറവൂരുകാർക്ക് തന്റെ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യം അറിയാം എന്നുള്ളതുമായിരുന്നു വി ഡി സതീശന്റെ ആത്മവിശ്വാസം. പക്ഷേ വിജിലൻസ് അന്വേഷണമാണ് മുന്നോട്ട് പോയത്. വിജിലൻസ് അന്വേഷണത്തിൽ തനിക്കെതിരെ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വി ഡി സതീശന്റെ ആത്മവിശ്വാസം. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലേക്ക് പോവുകയും ചെയ്തിരുന്നു. CBI അന്വേഷണം ആവശ്യം കോടതി അന്ന് തള്ളുകയുമാണ് ചെയ്തത്. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, ഇപ്പൊ നോക്കൂ, 2025 9-ാം മാസം 19-ാം തീയതി വിജിലൻസ് ചീഫ് സെക്രട്ടറിക്ക് വിജിലൻസ് ഡയറക്ടർ നൽകിയ കത്തുണ്ട്. ആ കത്തിൽ പറയുന്ന 4 കാര്യങ്ങളുണ്ട്. ഒന്ന്, പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ MLAയുടെ അക്കൗണ്ടിലേക്ക് പണം വന്നതായി കണ്ടെത്തിയിട്ടില്ല. വിദേശ സന്ദർശനത്തിന് ശേഷം വി ഡി സതീശൻ വസ്തു വാങ്ങിയതായി പരാതിയിൽ ആരോപിച്ചിട്ടില്ലാത്തതിനാൽ അന്വേഷണം നടത്തിയിട്ടില്ല. പുനർജനി ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയാണ്. വി ഡി സതീശൻ ഫണ്ട് കൈകാര്യം ചെയ്തതായി അറിവായിട്ടില്ല. അഴിമതി നിരോധന നിയമം സെക്ഷൻ 7(7)(a) എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ സതീശൻ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല. ഈ റിപ്പോർട്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വിജിലൻസ് ഡയറക്ടർ നൽകിയിരിക്കുന്നത്. ഈ വിവരങ്ങൾ പരിശോധിച്ച വി ഡി സതീശനെതിരെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തെളിവില്ല എന്നതാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നത്. മധുവിനെയാണ് വിജിലൻസ് ഡയറക്ടർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ചാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുത്തത്. പുനർജനി വലിയ വിവാദമായതാണ്. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന നിലപാടാണ് മുൻ സർക്കാരിനുണ്ടായതെങ്കിൽ വിജിലൻസ് റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശന് ആഭ്യന്തര വകുപ്പ് ക്ലീൻ ചിറ്റ് നൽകുകയാണ്. കാരണം വിജിലൻസ് റിപ്പോർട്ടിൽ, വിജിലൻസ് അന്വേഷണത്തിൽ ഒരു തരത്തിലും അഴിമതി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇക്കാര്യം ആണ് അംഗീകരിക്കുന്നത്. ഒരു തരത്തിലും ഇടപാടുകൾ വി ഡി സതീശൻ അങ്ങനെ ഒരു അഴിമതിയുടെ ഭാഗമായുള്ള ഇടപാടുകൾ നടത്തിയിട്ടില്ല എന്നാണ് വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട്. അങ്ങനെയാണ് വിജിലൻസ് ഡയറക്ടർ ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ വിജിലൻസിന്റെ ശുപാർശ ഈ കേസ് അവസാനിപ്പിക്കണം, മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ തെളിവുകളില്ല, വി ഡി സതീശനെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ്. അത് അംഗീകരിക്കുന്നു. ഫയലുകൾ മുഴുവൻ പരിശോധിച്ചതിന് ശേഷമാണ് താൻ ഒരു തീരുമാനമെടുത്തത്. LDF സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ടത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം കൂടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും UDF സർക്കാർ അധികാരത്തിലെത്തി 2.5 മാസം പിന്നിടുമ്പോഴാണ് മുഖ്യമന്ത്രിയായിരിക്കുന്ന വി ഡി സതീശനെതിരെ LDF ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് പുനർജനി കേസ്. അത് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ എല്ലാ ഘട്ടങ്ങളിലും വി ഡി സതീശനെതിരെ ഉന്നയിച്ച പ്രധാന ആരോപണങ്ങളിലൊന്നാണ് പുനർജനി. ആ പുനർജനി കേസിൽ നിന്നും വി ഡി സതീശൻ മുക്തമാകുന്നു. വിജിലൻസ് അന്വേഷണത്തിൽ നിന്നും ക്ലീൻ ചിറ്റ് വി ഡി സതീശന് നൽകുകയാണ്. ഇനി ഇത് സംബന്ധിച്ച് LDFന്റെ നിലപാടാണ് പ്രധാനം. കാരണം LDF സർക്കാരിന്റെ കാലത്ത് ആദ്യ അന്വേഷണത്തിന് ശേഷം പിന്നീട് വീണ്ടും ഒരു പരിശോധന എന്ന രീതിയിൽ വിജിലൻസ് ഡയറക്ടർ ഭാഗത്ത് ഒരു അന്വേഷണം നടന്നു. അതിനുശേഷമാണ് ക്ലീൻ ചിറ്റ് നൽകണം എന്ന ഒരു ശുപാർശ സർക്കാരിന് മുന്നിലേക്ക്, ആഭ്യന്തര വകുപ്പിന് മുന്നിലേക്ക് വിജിലൻസ് ഡയറക്ടർ നൽകുന്നത്. ഏതായാലും ഇതിൽ LDF നേതൃത്വത്തിന്റെ നിലപാടാണ് പ്രധാനം. കാരണം കേന്ദ്ര ഏജൻസികൾ ആവശ്യമാണ് അന്വേഷണം. കാരണം വിദേശ സാമ്പത്തിക ഇടപാടാണ്, ഫെമയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികൾ, പ്രത്യേകിച്ച് CBI അന്വേഷണം അനിവാര്യമാണ് എന്ന നിലപാടായിരുന്നു LDFനുണ്ടായിരുന്നത്, LDF സർക്കാരിനുണ്ടായിരുന്നു. പക്ഷേ UDF അത് അങ്ങനെയല്ല, അത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണവും ആവശ്യവും എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും പുനർജനി കേസിൽ ഒരു തരത്തിലുള്ള ഇടപാടുകളും സാമ്പത്തിക ഇടപാടുകളും കണ്ടെത്താൻ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ക്ലീൻ ചിറ്റ് വി ഡി സതീശന് ലഭിക്കുന്നത്. റോഷിപാൽ, ഇപ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷം പറയില്ലേ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാഷ്ട്രീയ തീരുമാനപ്രകാരമാണ് കേസ് പിൻവലിച്ചത് എന്ന്? അത് സ്വാഭാവികമാണ്. LDFന്റെ ഭാഗത്ത് അങ്ങനെ രാഷ്ട്രീയ ആരോപണം ഉയരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ അതിനെ ഗണ്ണിക്കുന്ന രീതിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നത് ഈ ഫയൽ വളരെ വിശദമായി പഠിച്ചു, അതിൽ ഒരിടത്തും വി ഡി സതീശന് എതിരായുള്ള പരാമർശങ്ങൾ ഇല്ല എന്നതാണ്. നേരത്തെ LDF സർക്കാരിന്റെ കാലത്ത് നടന്ന അന്വേഷണമാണ്. അതിന് തുടർച്ചയായി റിപ്പോർട്ട് ഇപ്പോൾ ലഭിക്കുന്നു എന്നത് മാത്രം എന്ന വാദമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഒരു തെളിവും വി ഡി സതീശനെതിരെ ലഭിക്കാത്തിടത്തോളം കാലം അതിൽ ഒരു അന്വേഷണത്തിന് പ്രസക്തിയില്ല. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെടുന്നത് ഒരു രാഷ്ട്രീയ പ്രേരിതം എന്ന മറു ആരോപണമാണ് ആഭ്യന്തരമന്ത്രി ഉന്നയിക്കുന്നത്. ശരി, റോഷിപാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. പുനർജനി ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് വി ഡി സതീശനെതിരെ യാതൊരു തെളിവും ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് കേസ് അവസാനിപ്പിക്കുന്നു എന്നാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഇപ്പോൾ തൊട്ടു മുൻപ് വാർത്താ സമ്മേളനത്തിൽ
മാധ്യമപ്രവർത്തകരോട് അറിയിച്ചു.